ഇപ്പോൾ ലീഗിന്റെ കൊടി കണ്ടാൽ അത് പ്രശ്നമാക്കി തീർത്ത് മറ്റൊരു തരത്തിൽ ചിത്രീകരിക്കാനുള്ള ഒരു മെഷീനറി സംഘപരിവാറിനുണ്ട് എന്ന് കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ട്. ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ പ്രചാരണ പരിപാടിയിൽ ലീഗിന്റെ കൊടി പൂർണ്ണമായും ഒഴിവാക്കുന്നത്. കോൺഗ്രസ് അത് അംഗീകരിക്കുന്നില്ല. പക്ഷേ ഇവർ പറയുന്ന ന്യായീകരണമൊന്നും സാധാരണക്കാരായ നമുക്ക് മനസ്സിലാകുന്നുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള സംഘപരിവാർ മിഷനറികൾക്ക് സമരസപ്പെടുകയാണോ കോൺഗ്രസ് വേണ്ടത്? അങ്ങനെയാണോ കോൺഗ്രസ് വേണ്ടതെന്നുള്ളത് ആ പാർട്ടി തന്നെ നിശ്ചയിക്കേണ്ട ഒരു കാര്യം മാത്രമല്ലാതായി മാറുന്നത് ലീഗിനും അതിന് കീഴ്പ്പെട്ട് നിൽക്കേണ്ടി വരുന്നു എന്ന അവസ്ഥ നമ്മൾ കാണുന്നത് കൊണ്ടാണ്. ഇത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ട് പ്രൊഫസർ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്, റോണി കെ ബേബി ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ കോൺഗ്രസ് നിലപാടിനെ ചോദ്യം ചെയ്യുകയാണെന്ന് താങ്കൾക്ക് തോന്നേണ്ട കാര്യമില്ല പ്രൊഫസർ. ഇത് വിമർശനം സ്വാഭാവികമായും ഇത്തരം വിഷയങ്ങളുണ്ടാകുമ്പോൾ രൂക്ഷമായ വിമർശനം ഉണ്ടാവും. അത് വിമർശനമായിട്ട് തന്നെ കാണണം. പിന്നെ ഞങ്ങളുടെ ഇപ്പോൾ ഞാൻ ഉന്നയിക്കുന്ന നിലപാടിൽ തെറ്റുണ്ടെങ്കിൽ താങ്കൾക്ക് പറയാം, തിരുത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ തിരുത്താൻ തയ്യാറാണ്. പക്ഷേ അത് ചോദ്യം ചെയ്യലായിട്ടൊക്കെ ചില കോൺഗ്രസ് നേതാക്കളൊക്കെ പറഞ്ഞു നടക്കുന്നതുകൊണ്ട് നമുക്ക് തന്നെ കേൾക്കുമ്പം പുച്ഛം തോന്നും. ഇതാണ് ഇങ്ങനെ ചോദ്യം ചെയ്യുകയാണോ ചെയ്യുന്നത്? ഇവിടെ എന്താണ് വാസ്തവത്തിൽ നടന്നത് എന്താണ്? മുസ്ലിം ലീഗിൻ്റെ ഈ കീഴടങ്ങൽ ഇപ്പോൾ പുതുതായിട്ട് തുടങ്ങിയൊന്നും അല്ലെന്നേ. അതാണ് ഏറ്റവും പ്രധാനം. ലീഗിൻ്റെ ഏറ്റവും പരമോന്നത നേതാവ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്രസിഡൻ്റ് ഉണ്ടല്ലോ, ഖായിദെ മില്ലത്ത് സാഹിബ്, അദ്ദേഹത്തിന്, ആ മഹാനായ വ്യക്തിക്ക് തമിഴ്നാട്ടിൽ മത്സരിക്കാൻ സീറ്റ് കൊടുത്തില്ല. അവസാനം എവിടെയാണ് മത്സരിച്ചതെന്നറിയുമോ? ഈ കേരളത്തിൽ നിന്നാണ് ഖായിദെ മില്ലത്ത് സാഹിബ് മത്സരിച്ച് ജയിച്ച് പാർലമെൻറ്റിൽ പോകുന്നത്. അത് ചരിത്രം. അത് കഴിഞ്ഞിട്ട് പിന്നീട് പണ്ഡിറ്റ് നെഹ്റു വിശേഷിപ്പിച്ചത് ചത്ത കുതിര എന്നായിരുന്നു. 67 വരെ അടുപ്പിച്ചില്ല ലീഗിനെ, ഒന്നും ചെയ്തില്ല. പിന്നീട് ഇടതുപക്ഷ മുന്നണിയാണല്ലോ ലീഗിനെ കൂടെ കൂട്ടുന്നത്. അതിനുശേഷമാണ് അസ്പൃശ്യത മാറുന്നത്. ലീഗിനോടുള്ള നിലപാടിൽ തന്നെ രാഷ്ട്രീയമായൊരു അസ്പൃശ്യത കോൺഗ്രസ് മാറ്റിവെക്കുന്നത് അതിനുശേഷമാണ്. എന്നിട്ടും അവിടെ കൊണ്ട് നിർത്തിയില്ല. സി എച്ച് മുഹമ്മദ് കോയ, മാനായ സി എച്ചിന് സ്പീക്കർ പദവി കൊടുക്കണമെങ്കിൽ, അതാണ് വിചിത്രവും രസകരവുമായ കാര്യമാണ്, സി എച്ചിന് സ്പീക്കർ പദവി കൊടുക്കണമെങ്കിൽ തൊപ്പി ഊരി വെക്കണം പോലും. എന്തൊരു വിചിത്രവും അസംബന്ധവുമായ നിലപാടാണെന്ന് ഓർക്കണം. അതുവരെ ആവശ്യപ്പെട്ട പാർട്ടിയാണ്, ചെയ്യിപ്പിച്ച പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് ഓർക്കണം. അതാണ് കോൺഗ്രസിൻ്റെ ലീഗിനോടുള്ള പാരമ്പര്യം. പക്ഷേ വീണടിഞ്ഞ് കിടക്കുകയാണ് ഇത്. ഇത്തരം ഘട്ടങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ ആ വിഷയം ഉന്നയിക്കുന്നത് നിങ്ങളെ എന്തെങ്കിലും പേടിച്ചിട്ടാണോ? ഇത് പൊതുമണ്ഡലത്തിൽ പറയേണ്ട കാര്യമാണ് സർ. ഇത് ഇപ്പം പറഞ്ഞില്ല പിന്നെ എപ്പോഴാണ് പറയുക? പറയേണ്ട സമയത്താണിത് പറയേണ്ടത്, ശരിയായ സമയത്താണിത് പറയുന്നത്. നിങ്ങൾ SDPI നിങ്ങൾക്ക് പിന്തുണ പരസ്യമായി പ്രഖ്യാപിച്ചു 2 ദിവസം മുമ്പ്. ഇന്ന് പക്ഷേ ആലോചിച്ചിട്ട് പറയുകയാണ്. ആര്? KPCC ആക്ടിംഗ് പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും കൂടെ പത്രസമ്മേളനം നടത്തിയത് എല്ലാവരും കണ്ടില്ലേ? എന്താണ് പറയുന്നത്? ഞങ്ങൾക്ക് സംഘടന എന്നുള്ള നിലയിൽ അവരുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, പക്ഷേ വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യാം. എന്തൊരു നിലപാടാണിത്! ഇതേ നിലപാടല്ലേ ജനുവരി 22-ന് UP അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടന്നപ്പോൾ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചത്? സംഘടന എന്നുള്ള നിലയിൽ കോൺഗ്രസ് ആ പരിപാടിയിൽ പങ്കെടുക്കില്ല, പക്ഷേ വ്യക്തികളെന്നുള്ള നിലയിൽ ഏത് കോൺഗ്രസ്സുകാരൻ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വിലക്കില്ല. ഈ VD സതീശൻ്റെ ഇന്ന് പറഞ്ഞ നിലപാടിൻ്റെ വലിയ എക്സ്റ്റൻഷനാണല്ലോ ജനുവരി 22-ന് അവിടെ പ്രഖ്യാപിച്ചത്. 22-അല്ല 20-ന് പ്രഖ്യാപിച്ചത് ഡൽഹിയിൽ. ഇതാണോ ഒരു പാർട്ടിയുടെ സന്നിഗ്ധമായ ഒരു ഘട്ടത്തിൽ, രാജ്യം സന്നിഗ്ധാവസ്ഥ നേരിടുന്ന ഘട്ടത്തിൽ എടുക്കേണ്ട ഒരു നിലപാടതാണ്? ഇതാണ് ചോദ്യം. അതിനെ സംബന്ധിച്ചാണ് വിമർശനം. ഈ വിമർശനം ഉന്നയിക്കുമ്പോൾ ദേ കണ്ടോ ഞങ്ങളെ എങ്ങനെ ക്രൂശിക്കാൻ പറ്റുന്നു, ഞങ്ങളെ മതേതരത്തിൻ്റെ അപ്പോസ്തലന്മാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് മറ്റൊരു ഉദാഹരണങ്ങൾ പറയാം. കഴിഞ്ഞ 2019 ഇലക്ഷൻ നടക്കുന്നതിന് തൊട്ട് ഒരാഴ്ച മുമ്പുള്ള മോസ്കുകളിലെ മുസ്ലിം ദേവാലയങ്ങളിലെ ജുമ കഴിഞ്ഞിട്ട് ഇമാമുമാർ പറയുകയാണ്, വിശ്വാസികളോട് ആഹ്വാനം ചെയ്യുകയാണ്, മോദിയുടെ 2ാം വരവ് തടയണം.
അതുകൊണ്ട് അത്തരത്തിൽ ഒരു ഭരണം കേന്ദ്രത്തിൽ വരാതിരിക്കാൻ ജനാധിപത്യ വിശ്വാസികൾ അങ്ങേയറ്റത്തെ ജാഗ്രത പുലർത്തുകയും അതിനനുസൃതമായി വോട്ടുകൾ രേഖപ്പെടുത്തുകയും വേണം. പറയാതെ പറഞ്ഞത് നേരിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, കോൺഗ്രസിന് വോട്ട് ചെയ്യണം, UDFന് വോട്ട് ചെയ്യണം, ഇതാണ് പറഞ്ഞത്. പക്ഷേ വളഞ്ഞാണ് പറഞ്ഞതെന്നുള്ളതേ ഉള്ളൂ. അതനുസരിച്ച് തന്നെയാണല്ലോ വോട്ടിംഗ് പാറ്റേൺ ഉണ്ടായത് കേരളത്തിൽ. പിന്നീട് എന്താണ് മുസ്ലിം സമുദായം അനുഭവിച്ച ആ ഒറ്റപ്പെടൽ, അത് ഇന്ന് അതിരൂക്ഷമാണ്. അതിനെക്കുറിച്ചൊന്നും എവിടെയും ഒരു മോസ്കിലും ഒരു ജുമായിലും ഒരു ഇമാമും ഒരു മൗലവിയും പറയാൻ തയ്യാറല്ല എന്ന് മാത്രമല്ല, അവർ പരസ്യമായി കോൺഗ്രസ് കഴിഞ്ഞ 5 വർഷം കേരളത്തിലെ MP മാർ സ്വീകരിച്ച നിലപാടിനെ, ലീഗ് MP മാർ, കോൺഗ്രസ് MP മാർ സ്വീകരിച്ച നിലപാടിനെ, UDF MP മാർ സ്വീകരിച്ച നിലപാടിനെ കർശനമായും ഏറ്റവും രൂക്ഷമായും വിമർശന വിധേയമാക്കുന്നുണ്ട്. ഇതറിയുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? ആകെ 28% മുസ്ലിങ്ങളാണ് കേരള ജനസംഖ്യയിലുള്ളത്. അതിൽ ഞാൻ വിചാരിക്കുന്നത് ഒരു 15% മുസ്ലിം ലീഗിൻ്റെ വോട്ടർമാരാണ്. ഒരു 0.5%-നും 1%-നും ഇടയിൽ വരും SDPIയുടെ വോട്ടെന്ന് പറയുന്നത്. അപ്പോൾ അതേസമയം AP വിഭാഗം, സമസ്തയിലെ AP വിഭാഗം ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ, ചോദ്യം ചോദിക്കലുകൾ ഒക്കെ നടത്തി അവർക്ക് കോൺഗ്രസ്സിലുള്ള, ലീഗിലുള്ള അടിസ്ഥാനപരമായ രാഷ്ട്രീയ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടെയാണിത്. എന്ന് പറഞ്ഞാൽ ലീഗിൻ്റെ കാൽക്കീഴിലെ മണ്ണ് ഒലിച്ചു പോകാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ട സന്ദർഭത്തിലാണ് അതൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഈ പറയുന്ന SDPIയുടെ വോട്ട് രഹസ്യമായി ഒരു ബാന്ധവത്തിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ അതിന് മറ്റൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. അടുത്ത വർഷം നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 8 ജില്ലകളിൽ ജില്ലാ പഞ്ചായത്ത് 8 ഡിവിഷനുകളിൽ 8 ജില്ലകളിൽ 8 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ ജയിപ്പിക്കാം എന്നൊരു കരാറുണ്ടത്രേ. ആരുമായിട്ട്? UDF നേതൃത്വവും SDPI നേതൃത്വവുമായിട്ട്. അതുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ളത് ഇനി വരുന്ന ആളുകളിൽ പറയേണ്ടവർ പറയട്ടെ. ഇല്ലെങ്കിൽ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളോട് അടുത്ത വേറൊരു ചർച്ച ഞാൻ പറഞ്ഞോളാം. അതുണ്ട്. അതൊക്കെയാണ് തകർന്നു പോയത്. അപ്പോഴും പറയുന്ന ഇതാണ്, പാർട്ടി എന്നുള്ള നിലയിൽ SDPIയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, പക്ഷേ വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് വോട്ട് ചെയ്യാം. അങ്ങനെയാണല്ലോ സാർ വോട്ട് ചെയ്യുന്നത്. ഏതെങ്കിലും CPMൻ്റെ രാഷ്ട്രീയ വോട്ടറെന്ന് പറഞ്ഞാണ് ഏതെങ്കിലും വ്യക്തി അവിടെ ചെന്ന് വോട്ട് ചെയ്യുന്നത്? കോൺഗ്രസിൻ്റെ എങ്ങനെയാണോ? ലീഗിൻ്റെ എങ്ങനെയാണോ? BJPയുടെ എങ്ങനെയാണോ? SDPIയുടെ എങ്ങനെയാണോ? അല്ല, വ്യക്തികൾ എന്നുള്ള നിലയ്ക്കാണ് വോട്ട് ചെയ്യുന്നത്, അല്ലേ? അങ്ങനെയാണല്ലോ. പിന്നെന്താണ് ഈ നിലപാടിൻ്റെ അർത്ഥം? നിങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് വേണം, പക്ഷേ പരസ്യമായി നിങ്ങൾ ഞങ്ങളെ ഇങ്ങനൊരു വിഷമമുഹൂർത്തത്തിലാക്കിയിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഒരു കാല് പിന്നോട്ടെടുക്കുന്നു. തീർച്ചയായിട്ടും പരസ്പരം സഹായിക്കണം. ഇതുതന്നെയാണല്ലോ SDPIക്ക് കൊടുക്കുന്ന മെസ്സേജ്.